കോട്ടയം കാഞ്ഞിരപ്പള്ളി പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന റോബിൻ ബസിന്റെ പെർമിറ്റ് പുതുക്കിയില്ലെന്നാരോപിച്ച് MVD ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞത്. എന്നാൽ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ കോടതി ഉത്തരവുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ബേബി ഗിരീഷ് ആരോപിച്ചു. പെർമിറ്റ് പുതുക്കുന്നതിന് ഉടമ ഫീസ് അടച്ചിട്ടില്ലെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടി. ഓർഡറാണോ അത് എന്തിന്റെ ഓർഡറാണെന്നുള്ള അറിയോ? ഇത് എന്തിന്റെ അല്ല, അത് പെർമിറ്റ് ആക്കി തരാൻ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവർ തരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. പെർമിറ്റ് വാങ്ങിച്ചതിന് ശേഷം ഓടിയാൽ മതിയെങ്കിൽ അത് കാണിച്ചല്ലോ. ഡ്രൈവർ കാലാവധി അവസാനിച്ചിട്ടും പെർമിറ്റ് പുതുക്കാതെ റോബിൻ ബസ് സർവീസ് നടത്തുന്നു എന്ന് ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച രാത്രിയിൽ ഈരാറ്റുപേട്ടയിൽ വെച്ച് ബസ് തടഞ്ഞത്. ഓഗസ്റ്റ് മാസം വരെ പെർമിറ്റ് പുതുക്കി നൽകാൻ കോടതി ഉത്തരവുണ്ടെന്ന് ബസ് ഉടമ ബേബി ഗിരീഷ് അറിയിച്ചെങ്കിലും സർവീസ് തുടരാൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ബസ് കസ്റ്റഡിയിലെടുത്തതായും സ്റ്റേഷനിൽ കയറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഉടമയും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. മുമ്പ് ഗിരീഷിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ബസ് അന്തർസംസ്ഥാന സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് നിലവിലെ വിഷയമെന്നും ഉദ്യോഗസ്ഥർ തന്റെ നേരെ പകപോക്കൽ തുടരുകയാണെന്നും ഗിരീഷ് ആരോപിച്ചു. ഒരു 8 മണിയോടുകൂടി വന്ന് വണ്ടി പിടിക്കുകയത്. വണ്ടി പിടിച്ചപ്പോൾ പെർമിറ്റ് എനിക്ക് കിട്ടുന്ന സാധനമല്ല. പെർമിറ്റ് ഇതിന് അപേക്ഷിച്ചിട്ടുള്ള കോടതി ഉത്തരവ് അപേക്ഷിച്ചിട്ട് കോടതിയിൽ നിന്ന് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ കഴിഞ്ഞ 16-ാം തീയതി രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഒരു നോട്ടീസോ ഒരു സാധനവും തരാതെ ഇവർ കൃത്യമായ അജണ്ടയുണ്ട്. ആ പഴയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ സാധനം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം കോടതി ഉത്തരവിന്റെ പകർപ്പ് സഹിതം പെർമിറ്റ് പുതുക്കി ലഭിക്കാൻ ഗിരീഷ് ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും പെർമിറ്റ് പുതുക്കാൻ ഫീസ് അടച്ചിട്ടില്ലെന്ന് RTO വ്യക്തമാക്കി. നമ്മളൊരു താൽക്കാലിക പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുതിയ താൽക്കാലിക പെർമിറ്റ് എടുക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ കോടതി ഓർഡർ മാനിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ താൽക്കാലിക പെർമിറ്റ് പുതിയതായിട്ടൊരു പെർമിറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 2023 മുതൽ താൽക്കാലിക പെർമിറ്റിലാണ് ബസ് സർവീസ് നടത്തിവരുന്നത്. ഓരോ തവണയും കാലാവധി തീരുമ്പോൾ അപേക്ഷ നൽകുകയും പെർമിറ്റ് പുതുക്കി ലഭിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇത്തവണയും അപേക്ഷ നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ തന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഗിരീഷ് ആരോപിച്ചു. ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ബസ് ഉടൻ പുറത്തിറക്കുന്നില്ലെന്നും പെർമിറ്റിനു വേണ്ടി തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗിരീഷ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം.